ഉത്തർപ്രദേശിലെ സംഭൽ വിഷയം സങ്കീർണമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉത്തർപ്രദേശിലെ സംഭൽ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡുകൾ നിരത്തി റോഡ് തടഞ്ഞു. രാഹുൽ ഗാന്ധിയെ കടത്തിവിടില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഗാസിയാപൂർ അതിർത്തിയിൽ നിന്നും അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, മുൻപും നേതാക്കളൊക്കെ അവിടേക്ക് എത്തിയപ്പോൾ തടഞ്ഞിട്ടുണ്ടായിരുന്നു. നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? അർജുനും ആ അതിർത്തിയിൽ തന്നെ ഉണ്ടല്ലോ, എങ്ങനെയാണ് കാഴ്ചകൾ? പൂജ, അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി 10 ജൻപത്തിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. ഒരു 10-10:15 കൂടിയായിരിക്കും ഇവിടേക്ക് ഈ ഗാസിപൂർ അതിർത്തിയിലുള്ള ഉത്തർപ്രദേശ് ഗേറ്റിലേക്ക്, UP ഗേറ്റിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1000-നടുത്ത് പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബാരിക്കേഡുകൾ നിരത്തി പോലീസിന്റെ വാഹനങ്ങളെല്ലാം തന്നെ ഈ ദേശീയപാതയ്ക്ക് കുറുകെ ഇട്ടുകൊണ്ട് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും, വാഹനങ്ങൾ കടന്നു പോകുന്നതിനടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് ഓരോ വാഹനങ്ങളും ബാരിക്കേഡ് വെച്ച് അടച്ച് ഓരോരോ വാഹനങ്ങളെ കടത്തിവിടുന്നു. അതും കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ഈ വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഏകദേശം 1.5-2 കിലോമീറ്റർ ദൂരത്തിൽ ഇപ്പോൾ തന്നെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഗാസിപൂർ പോലീസ് അതിർത്തിയാണ്, അതായത് ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തി പ്രദേശം. ഇനി ഗാസിയാബാദുണ്ട്, അതുപോലെ തന്നെ ഗൗതം ബുദ്ധ നഗറുണ്ട്, അമ്രോഹയുണ്ട്, ഹാപൂറുണ്ട്. ഇവിടെയുള്ള എല്ലാ പോലീസുകാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു, രാഹുൽ ഗാന്ധിയെ കടത്തിവിടരുത്, തടഞ്ഞു നിർത്തണമെന്നുള്ള കാര്യം. എന്തായാലും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്, അദ്ദേഹം ഈ തടഞ്ഞാലും തടസ്സങ്ങളെല്ലാം വൈദിച്ച് ഇന്ന് സംഭലിലെത്തും. അവിടെയുള്ള ഈ ഇരകളെ, അന്നത്തെ സംഘർഷത്തിലുണ്ടായ ഇരകളെ, അവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യമാണ്. നോക്കി, ഇവിടെ വലിയ രീതിയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തടിച്ചുകൂടിയിട്ടുണ്ട്. തീർച്ചയായും അർജുൻ, അതിർത്തിയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ കടത്തിവിടില്ല എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ സ്ഥലത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത്. അവിടെ നിന്നുള്ള, അതിർത്തിയിൽ നിന്നുള്ള വിവരങ്ങളാണ് അർജുൻ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്.